നമസ്കാരം. ഞാൻ ഈ ഇടുന്ന വീഡിയോ ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ളതാണ്, യുവാക്കന്മാർക്ക് വേണ്ടിയുള്ളതാണ്. ഞങ്ങളുടെ കോടതികളിൽ ഇഷ്ടം പോലെ അഭിഭാഷകരുണ്ട്, യുവ അഭിഭാഷകർ, ആണും പെണ്ണും. ആ പ്രായത്തിലുള്ള യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. നിങ്ങൾ സമൂഹ മധ്യത്തിൽ ഇറങ്ങുമ്പോൾ നന്നായി അണിഞ്ഞൊരുങ്ങി ഇറങ്ങണം. നല്ല വടിവത്ത വസ്ത്രങ്ങൾ ധരിച്ച്, മുഖത്ത് നല്ല ലേപനങ്ങൾ ഇട്ട്, പെൺകുട്ടികളാകുമ്പോൾ ലിപ്സ്റ്റിക്കൊക്കെ പരട്ടി നാം നന്നായിട്ട് നല്ല രീതിയിൽ ഒരുങ്ങി വേണം പോകാൻ. പലരും വിമർശിക്കും, വലിയ ഒരുക്കക്കാരിയാണ്, ലിപ്സ്റ്റിക്കൊക്കെ പരട്ടി വരുന്നു ഒക്കെ പറയും. അത് പറയുന്നത് ചില വൃദ്ധ കൂശ്മാണ്ഡങ്ങളാണ്. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. സമൂഹത്തിൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത് നമ്മുടെ ബാഹ്യ സൗന്ദര്യത്തിൽ കൂടെയാണ്. സൗന്ദര്യം എന്നുദ്ദേശിക്കുന്നത് നമ്മൾ വൃത്തിയും വെടുപ്പുമായി നടക്കുക. എല്ലാവരും വലിയ സുന്ദരികളും സുന്ദരന്മാരും ഒന്നും ആകണമെന്നില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സൗന്ദര്യമുണ്ട്. ആ ബാഹ്യ സൗന്ദര്യം നോക്കുന്നതിനോടൊപ്പം നമ്മൾ ശാരീരിക സൗന്ദര്യം നോക്കണം. അതിന് നിങ്ങൾ കുറച്ചൊക്കെ വ്യായാമം ചെയ്യണം, ഭക്ഷണം ക്രമീകരിക്കണം, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അതൊക്കെ ചെയ്ത് പരമാവധി നമ്മളുടെ ഫീൽഡിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. നമ്മുടെ പ്രവൃത്തി പഥത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. അതിന് എന്തൊക്കെ വിമർശനം വന്നാലും അതൊക്കെ പുല്ലുവില കൊടുത്ത് തള്ളിക്കളയണം. അതാണ് എൻ്റെ ഉപദേശം. നമ്മളെ ശ്രദ്ധിക്കപ്പെടുന്നതുകൊണ്ടാണ് നമ്മളെ വിമർശിക്കുന്നത്. ചില യുവാക്കളുടെയും യുവതികളുടെയും ഒക്കെ വസ്ത്രധാരണം നല്ല മികവുറ്റതാണ്. അവർ നല്ല വടിവത്ത, ശരീര വടിവ് അറിയത്തക്ക തരത്തിലുള്ള വസ്ത്രം ധരിക്കും. അത് കാണാൻ തന്നെ ഒരു ഇമ്പമാണ്. ചുമ്മാ ചേളാവ് പോലെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കാക്രി പൂക്രി വരികയല്ല വേണ്ടത്. നല്ല വടിവത്ത ഡ്രസ്സ് ധരിക്കണം. അതിൻ്റെ വിലയൊന്നുമല്ല കാര്യം, നല്ല ഡ്രസ്സ് കണ്ടെത്തി ധരിക്കണം. വലിയ വിലയുള്ളതൊന്നും നല്ലതാണെന്നില്ല. പിന്നെ സ്ത്രീകൾ സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇട്ട് വരുന്നത് അതും ഭംഗിയാണ്. സ്ലീവ്ലെസ് ടോപ്പൊക്കെ ഇടുന്നത് ഭംഗിയാണ്. പണ്ടത്തെ കാലത്തെ കൈയില്ലാത്ത ഉടുപ്പിടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്നതല്ല. അതൊക്കെ ഒരു ആഭാസ ലക്ഷണമായിരുന്നു, ഒരു ലൈംഗിക ലക്ഷണമായിരുന്നു. ഇപ്പം അതൊന്നും അല്ല. നിങ്ങൾക്ക് അതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ 1989 LLBക്ക് പൂനെയിൽ പോകുന്നത്. അന്ന് അവിടുത്തെ പെൺകുട്ടികളൊക്കെ ഷോർട്ട്സ് ഇട്ടുണ്ടായിരുന്നു വെളിയിൽ നടക്കുന്നത്. ആദ്യമൊക്കെ കണ്ടപ്പം ഭയങ്കര അത്ഭുതമായിരുന്നു, വലിയ കൗതുകമായിരുന്നു, പോയി നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ പോകെ പിന്നെ അത് മാറി. സ്ഥിരം കാഴ്ചയായതുകൊണ്ട് അത് മാറി. എന്തിലും ഏതിലും ലൈംഗികത കാണുന്നവരെ പറ്റിയൊന്നും നിങ്ങൾ വ്യാകുലപ്പെടണ്ട. നമ്മളുടെ രീതിയിൽ പോവുക. അതുകൊണ്ട് യുവാക്കൾ ശ്രദ്ധിക്കുക, നന്നായി അണിഞ്ഞൊരുങ്ങി വൃത്തിയും വെടുപ്പുമായി വരിക. പെൺകുട്ടികളൊക്കെ നന്നായിട്ട് മുഖം മിനുക്കി ബ്യൂട്ടി പാർലറിൽ പോയി മാനിക്യൂർ പെഡിക്യൂർ ഒക്കെ ചെയ്ത്, മുഖത്ത് ലേപനങ്ങളൊക്കെ പുരട്ടി, ലിപ്സ്റ്റിക്കൊക്കെ പുരട്ടി, പുരികമൊക്കെ ഷേപ്പ് ചെയ്ത് ഒക്കെ വരണം. പിന്നെ അമിത രോമ വളർച്ചയുള്ളവർക്ക് അതൊക്കെ ഒഴിവാക്കി ഒക്കെ വരണം. അതാണ് വൃത്തി. അതിനാര് വിമർശിച്ചാലും കാര്യമില്ല. നിങ്ങൾ ധൈര്യപൂർവ്വം ചെയ്യുക. നന്ദി, നമസ്കാരം.